ഏട്ടൻ 2-3 ദിവസം മുമ്പ് അവോക്കാഡോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാനത് അരിയിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അരിയിൽ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പഴുത്തോളും. അപ്പോൾ ഇന്നത്തേക്ക് നോക്കുമ്പോൾ അത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവോക്കാഡോ നന്നായി കഴുകി അത് നടുവെ മുറിച്ച് അതിൻ്റെ കുരു എടുത്ത് മാറ്റി അതിൻ്റെ പൾപ്പ് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നന്നായി പഴുത്ത കാരണം സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പൾപ്പ് മൊത്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മറ്റേ ഭാഗത്തിൻ്റെ പൾപ്പും കൂടെ അതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഭയങ്കര കട്ടിയായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ കുറച്ച് അധികം പാലൊഴിച്ച് കൊടുക്കേണ്ടി വരും. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ 2 പേരും ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മക്കളോട് ചോദിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് മോനെ ജ്യൂസ്? അവൻ സൂപ്പറാന്നാട്ടോ പറഞ്ഞത്.